വെളിയിൽ ഇല്ലെങ്കിൽ ഇപ്പൊ പോലീസിനെ വിളിക്കും. സ്നേഹം വേറെ, കാര്യം വേറെ. ഈ കാണിച്ച പ്രവൃത്തിയിൽ എന്തോരം പാവമാണ് ഈ ചെയ്ത് കൂട്ടിയത്. അത് നമ്മൾ അംഗീകരിച്ച്. നിങ്ങളെ പ്രയാസത്തിന് ഇതാണ് മരുന്ന്. എത്ര എണ്ണം ഉണ്ട് താത്ത നോക്കട്ടെ. ഇനിയുണ്ട് അണ്ണാ, എടുക്ക്. താഴെ നിന്നുള്ള എടുക്ക്. രണ്ടായിട്ട് പ്രസവിക്കില്ല. എടുക്ക് 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 എടുക്ക്. നീ പോലീസിനെ വിളിച്ചാ. ഇനിയുണ്ട് രണ്ടെണ്ണമായിട്ട് വരില്ല. 5, 6 ഇതിൽ കുറഞ്ഞ് ഒരെണ്ണവും പ്രസവിക്കില്ല. അതുകൊണ്ട് എട് പറക്ക്. ഇനിയുണ്ട് അതേത് ആലോചിക്കാനുള്ള. ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും പട്ടി അല്ലെ നായി എന്ന് പറയുന്ന ഒരു വർഗ്ഗത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ലൈഫിൽ ഒരു കഷ്ണം ബിസ്ക്കറ്റ് ഒരു നായ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്നേഹം ആ നായ നമ്മളോട് ആ നായുടെ ലൈഫ് ലോങ് നമ്മളോട് അത് കാണിച്ചുകൊണ്ടിരിക്കും. കാരണം മനുഷ്യനേക്കാൾ നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വർഗ്ഗമാണ് ഈ നായ്ക്കൾ എന്ന് പറയുന്നത്. അതുമല്ല, നമ്മുടെ നാട്ടിൽ തെരുവ് നായ്ക്കളെ ശല്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് കരുതി ഈ ഡാഷ് മോൻ കാണിച്ച പരിപാടി ഏതെങ്കിലും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണു പോലും തുറക്കാത്ത ഈ നായ്ക്കുഞ്ഞുങ്ങളാ അതിനെ ജീവനോടെ മണ്ണിൽ കുഴിച്ചിടുന്ന ഒരു അവസ്ഥ എനിക്കറിഞ്ഞൂടെ. ഇമാതിരി ആൾക്കാർക്ക് എങ്ങനെയാണ് പറ്റുന്നത്? ശരിക്കും ഇവനൊക്കെ പിടിച്ച് അതേപോലെ തന്നെ ജീവനോടെ മണ്ണിൽ കുഴിച്ചിടുമ്പോഴാണ് ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ നായ്ക്കുഞ്ഞുങ്ങൾ അനുഭവിച്ച ആ ഒരു അവസ്ഥ മനസ്സിലാകത്തുള്ളൂ. എന്നാൽ അതിലേക്ക് മനസ്സിലായിരുന്ന ഇവന്മാർക്ക് എന്ത് ചെയ്യാനുണ്ട്? പക്ഷെ ഇത് കാണുന്ന അധികാരികളും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഡാഷ്മോനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ എപ്പെങ്കിലും ഒരു പട്ടീനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിങ്ങളൊരു പട്ടിപ്രേമിയും കൂടി ആവണ്ട. ഒരു മനുഷ്യനായാൽ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇതുപോലെ ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യനല്ല, വേറെ ഏതൊരു സാധനമാണ്. സോ ഇവനൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറയാനില്ല. വീഡിയോ ആയിപ്പോയി. ശരിയല്ല.